ക്ലബ് വേൾഡ് കപ്പിന്റെ ഫോർമാറ്റ് മാറ്റിക്കണല്ലോ അല്ലെ. 7 ക്ലബ്ബ് മുമ്പ് കളിച്ചെടുത്ത് ഇപ്പൊ 32 ടീമുണ്ട്. അതിലൊരു വേൾഡ് കപ്പ് മോഡലിലോട്ട് മാറും. ഇത്രയും കാലം ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രക്കും ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു ക്ലബ്സിനൊക്കെ. അത് അടിക്കാന്ന് പറഞ്ഞാൽ അത്രക്കും വലിയ കാര്യം. യൂറോപ്പിലെ ക്ലബ്ബ് മാത്രമേ എപ്പോഴും അടിക്കുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് അവർ ഇത്രയും വലുതായിട്ട് 32 ടീമായിട്ടുള്ള ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് നടത്തുന്നത്. ആൻഡ് ഇത് ജയിക്കുന്ന ആളുടെ പേര് എന്ന് പറയുന്നത് ബെസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ് ആണ്. ഇറ്റ്സ് സോ ഫാർ ബെറ്റർ ദാൻ ചാമ്പ്യൻസ് ലീഗ്. അപ്പോൾ ഒരു ഡയറക്റ്റ് കോമ്പറ്റീഷനാണ് ചാമ്പ്യൻസ് ലീഗിനെതിരെ. അതേപോലെ എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി. ഏഷ്യ എന്നുള്ള അൽ അഹ്ലിയും യൂറോപ്പിൽ നിന്നുള്ള റയൽ മാഡ്രിഡും കൂടി കളിക്കുന്നു. അവരുടെ ഫാൻസ് വരുന്നു, ഫൈറ്റ്. സോ ഇത് 32 ടീമും കൂടി ആകുമ്പോൾ വളരെ എൻഗേജിങ് ആകുമ്പോഴാണ്. കാരണം നോർമലി ഇപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗ്, പ്രീമിയർ ലീഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്ബോൾ ഫാൻസിന് കാണാൻ പറ്റുന്ന ഒന്ന് ട്രാൻസ്ഫർ ന്യൂസാണ്. സോ പിന്നെ ഇപ്പോൾ ഈ ജൂൺ തൊട്ടിട്ട് ഈ ഒരു മാസം വരെ നീണ്ടിരിക്കുന്ന ഈ കളിയിൽ എങ്ങനെ പോയാലും എല്ലാ ദിവസവും നമ്മുടെ ഫേവറേറ്റ് ക്ലബ്ബുകളുടെ 2 കളി എന്തായാലും ഉണ്ടായിരിക്കും. ക്ലബ് വേൾഡ് കപ്പ് നടന്ന് കഴിഞ്ഞിട്ടാണ് കോൺട്രവേഴ്സി വരാൻ പോകുന്നത്. കാരണം ഗാർഡിയോളൊക്കെ ഓൾറെഡി പറഞ്ഞു കളിക്കാൻ പ്ലേയേഴ്സിന് ടൈമില്ല, ഞങ്ങൾ ഇഞ്ചുറി ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓൾറെഡി പറയുന്നുണ്ട്.